മലയാള ചലച്ചിത്ര ലോകത്തെ വീണ്ടും ഉലച്ചുകൊണ്ട് ഒരു ഞെട്ടിക്കുന്ന സമരപ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രശസ്ത സംവിധായകൻ സനൽകുമാർ ശശിധരൻ മരണം വരെ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ സിനിമാ ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിരിക്കുന്നത്. വരാൻ പോകുന്ന ജൂലൈ മാസം 1-ാം തീയതി മുതൽ താൻ ഈ കഠിനമായ സമരത്തിലേക്ക് കടക്കുകയാണെന്ന് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 7 വർഷമായി നീതിക്ക് വേണ്ടി താൻ നടത്തിയ നിശബ്ദ പോരാട്ടങ്ങൾ അധികാരികളും സമൂഹവും പൂർണ്ണമായി അവഗണിച്ച സാഹചര്യത്തിലാണ് സ്വന്തം ജീവൻ ബലി നൽകാൻ പോലും മടിക്കില്ലെന്ന ഉറച്ച തീരുമാനവുമായി അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുന്നത്. തന്റെ വാട്സപ്പിലുള്ള 500ഓളം സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചുകൊണ്ടാണ് സംവിധായകൻ ഈ ജീവൻ മരണ പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്താണ് സനൽകുമാർ ശശിധരൻ എന്ന പ്രതിഭയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്? അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മലയാള സിനിമയിലെ ചില മാഫിയ കൂട്ടുകെട്ടുകളെയാണ്. മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത കയറ്റം എന്ന ചിത്രത്തിനു ശേഷമാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഈ സിനിമയ്ക്ക് ശേഷം തന്റെ കരിയറിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും ബോധപൂർവം പൂഴ്ത്തിവെക്കാനും തന്നെ വ്യക്തിപരമായി തകർക്കാനും സിനിമയ്ക്കുള്ളിലെ ഒരു പ്രത്യേക മാഫിയ സംഘം നിരന്തരം ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നാണ് സനൽകുമാറിന്റെ പ്രധാന ആരോപണം. തന്നെ മാനസികമായും സാമ്പത്തികമായും തകർക്കുക എന്നതായിരുന്നു ഈ മാഫിയയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. തന്റെ കരിയർ നശിപ്പിക്കുക മാത്രമല്ല, തന്നെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കാനും ശ്രമങ്ങൾ നടന്നുവെന്ന് സനൽകുമാർ ആരോപിക്കുന്നു. കയറ്റം സിനിമയിലെ നിർമ്മാതാവും നടിയുമായ മഞ്ജു വാര്യരുമായി തനിക്കുള്ള വ്യക്തിബന്ധത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കേരള പോലീസ് തനിക്കെതിരെ 2 കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. യാതൊരുവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിക്കാതെ തികച്ചും മനുഷ്യത്വരഹിതമായ രീതിയിൽ തന്നെ 2 തവണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിനു പിന്നാലെ താനൊരു സ്ത്രീ പീഡകനാണെന്ന തരത്തിൽ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ഈ സിനിമാ മാഫിയയ്ക്ക് കഴിഞ്ഞുവെന്നും അതിലൂടെ തന്നെ ഒരു അസ്പർശ്യനെ പോലെ മാറ്റി നിർത്താൻ അവർക്ക് സാധിച്ചുവെന്നും അദ്ദേഹം സങ്കടത്തോടെ വ്യക്തമാക്കുന്നു. തനിക്കെതിരെ ഉയർന്ന കള്ളക്കേസുകളുടെയും കുപ്രചരണങ്ങളുടെയും സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ ഇനി പുതിയ സിനിമകൾ ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് 3 വർഷം പിന്നിട്ടിട്ടും കൃത്യമായ തെളിവുകളൊന്നുമില്ലാതെയാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരിയായ മഞ്ജു വാര്യർക്ക് കോടതിയിൽ ഹാജരായി മൊഴി നൽകാൻ സമൻസ് അയച്ചിട്ടുണ്ടെന്ന വിവരവും സനൽകുമാർ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങളൊന്നും പൊതുസമൂഹത്തിൽ എത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട മാഫിയ ഇപ്പോഴും തനിക്കെതിരെ നിഴൽവേട്ടയും വ്യക്തിഹത്യയും തുടരുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. വാർത്തകൾ മനഃപൂർവ്വം മുക്കാൻ മാധ്യമങ്ങൾക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന സൂചനയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്കെതിരെ നടക്കുന്ന ഈ വൻ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സനൽകുമാർ ശശിധരൻ മുഖ്യമന്ത്രി പദവിയിലുള്ളവർക്കും ആഭ്യന്തരമന്ത്രിക്കുമെല്ലാം പരാതി നൽകിയിരുന്നു. എന്നാൽ മുൻ സർക്കാരുകളെ പോലെ നിലവിലെ സർക്കാരും ഈ വിഷയത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പണവും അധികാരവുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന അനീതിക്കെതിരായ പോരാട്ടമായി കണ്ട താൻ ഈ നിരാഹാരത്തിലേക്ക് നീങ്ങുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ മറ്റൊന്നാണ്. തന്റെ പഴയ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 500ഓളം സുഹൃത്തുക്കൾക്ക് ഈ ജീവൻ മരണ സമരത്തെക്കുറിച്ച് സന്ദേശം അയച്ചിട്ടും വെറും 3 പേർ മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 100 കണക്കിന് ആളുകൾ ഈ സന്ദേശം കണ്ടതായി പോലും നടിച്ചില്ലെന്നത് സിനിമയിലെ ഫ്രണ്ട്ഷിപ്പിന്റെ പൊള്ളത്തരമാണ് കാണിക്കുന്നത്. ഒരു സംവിധായകൻ തന്റെ കരിയറും ജീവിതവും പണയം വെച്ച് മരണം വരെ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുമ്പോൾ അത് ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമയിലെ മറ്റു ചൂഷണങ്ങളും ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ സനൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്ന മാഫിയ വിരുദ്ധ പോരാട്ടം ഏത് രീതിയിലേക്ക് വഴിമാറുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഈ സമരം ചലച്ചിത്ര മേഖലയിലും രാഷ്ട്രീയത്തിലും എന്ത് ചലനമുണ്ടാക്കും? പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ ഒരു കലാകാരന്റെ ജീവത്യാഗം അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.